ചേട്ടൻ വാഴക്കണയും കൊണ്ട് മീൻ പിടിക്കാൻ വന്നേക്കുവാട്ടോ. കേരളത്തിലേക്ക് ഒഴുകുന്ന ബിയർ മുഴുവൻ അതുണ്ടാക്കുന്ന ബ്രൂവറിയാണ് ബാക്കിൽ കാണുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അവരെ ഇവിടെ കൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ആയി. ചാലക്കുടിക്ക് ഒരു 1 ഡേ ട്രിപ്പ് വന്നാലോ? ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ചാലക്കുടിയിൽ തന്നെ അതിനെ മാത്രം കാണാനുള്ളെന്നൊക്കെ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തായാലും ആ സംശയമൊക്കെ മാറിക്കോളും. കുളിസ്പോട്ട് ഒഴിഞ്ഞൊരു സ്ഥലം നമ്മുടെ ചാലക്കുടിയിൽ ഇല്ല കേട്ടോ. ഈ ഏഴാറ്റുമുഖം ചെക്ക് ഡാം ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ചെക്ക് ഡാം ആണ്, അല്ല നോൺ ഫേമസ് ആയിട്ടുള്ള ചെക്ക് ഡാം ആണ് CSR ചെക്ക് ഡാം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വന്നാൽ കുളിക്കാനായിട്ട് എന്താ പറയുക, ഇത് കണ്ടോ 2 രീതിയിൽ നമ്മുടെ പുഴേനെ കെട്ടി അടച്ചേക്കാണ്. ഇവിടെ ഫുൾ വെള്ളമാണ്, ഭയങ്കര ആഴത്തിലുള്ള വെള്ളം. എന്താ വഞ്ചിയിലൊക്കെ ചേട്ടന്മാര് പോകാനൊക്കെ കാണാം. ഈ സൈഡിലാണ് നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം. ഇവിടെ ഒരാഴമില്ല, ഇവിടെ പോലെ വെള്ളമുണ്ട്, ആഴത്തിലല്ലാണ്ട് നാച്ചുറൽ സ്പായാണ് കേട്ടോ. അതെ, ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. ഇനി വല്ല ചീങ്കണ്ണി ഉണ്ടോന്ന് അറിയില്ല ചാലക്കുടി പുഴ ആയതുകൊണ്ട്. പക്ഷെ എന്താണെങ്കിലും ഈവനിങ്സ് ഒക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ വെളുപ്പിയ സമയത്തൊക്കെ വന്നാൽ ആരും ഇറങ്ങി ഈ ഒരു സ്പേസ് കൊണ്ട് അപ്പുറത്തേക്ക് പോകണ്ട, കാരണം അതൊരു കയന്നാണ് കേട്ടത്. ഇവിടം വരെ കറക്റ്റ് ഒരു ബോർഡർ നമുക്ക് ഇവിടെ ഇപ്പൊ കാണാൻ പറ്റും. ആ ബോർഡർ വരെ പക്കയാണ്, അത് കഴിഞ്ഞ് പോയിട്ടിരുന്നാൽ മതി. ആൻഡ് വലിയ വെള്ളമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മഴയുള്ള സമയത്തൊക്കെ വന്നാലേ അവിടെ ഇങ്ങനെ ഷവർ പോലെ ഒരു ലോങ് ഷവർ പോലെയൊക്കെ നമുക്കവിടെ കുളിക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. നല്ല രസമാണ്, അങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ട്രഡീഷണൽ ആയിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു വില്ലേജില് നമുക്ക് ശരിക്കും ഒരു 100 വർഷം എന്ന് വേണമെങ്കിൽ പറയാം, 100 വർഷം പുറകോട്ടുള്ള കേരളമാണ് ഇവരിവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മണ്ണിട്ട വഴികളും പഴയ കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഒത്തിരി വർഷങ്ങളെടുത്ത് ഇവിടുത്തെ ആ ചേട്ടൻ ബിൽഡ് ചെയ്തെടുത്തതാണ് ഈ ഒരു ഏരിയ മുഴുവൻ രസ ഗുരുകുലം എന്നുള്ള പേരില്. ആൻഡ് ഇവിടെ കണ്ടോ ഇതുപോലത്തെ പല വെറൈറ്റീസ് ഓഫ് മാവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ മാങ്ങാക്കാലവും കൂടി ആയതുകൊണ്ട് എല്ലാത്തിലും ഒരുവിധം നല്ല മാങ്ങകളുണ്ട് കേട്ടോ. പറിക്കാമോന്ന് അറിയില്ല, ചോദിച്ചില്ല. ചിലപ്പോ പറിക്കാമായിരിക്കും, പറിച്ചാൽ നല്ലതാണ്. കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ കൊണ്ടുവന്ന് ഇവിടെ തന്നെ ഇട്ട് നമുക്ക് കഴിക്കാം. പിന്നെ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾക്ക് ചിലപ്പോ ഇത് കാണുമ്പോ തോന്നും അയ്യോ ഇതൊക്കെ എന്താണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അവരെ ഇവിടെ കൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് കാളവണ്ടിയും ഈ പൈതൃക വില്ലേജും അല്ലെങ്കിൽ നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു എന്നൊന്നും അവർക്ക് അറിയണ്ടാവില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കണ്ടോ വലിയ വീലൊക്കെ, ഇത് ഒറിജിനൽ ആട്ടോ, ഒറിജിനൽ കാളവണ്ടിയാണ്. ഇത് ഇവിടെ കുറെ ഇങ്ങനെ മണ്ണ് തന്നെ ആയതുകൊണ്ടേ ഇത് കണ്ടോ കുഴിയാനയുടെ ഒക്കെ കുഴികൾ, ഇതൊക്കെ കണ്ട കാലം മറന്നു. സത്യം പറഞ്ഞ നമ്മളിപ്പോ വീടിന്റെ മുറ്റത്ത് ടൈലൊക്കെ ഇടണോണ്ട് കുഴിയാനയൊക്കെ ശരിക്കും അന്യം നിന്ന് പോവാണെന്നാണ് ഇപ്പൊ എന്റെ സംശയം. ഇതാണ് ചക്ക്, കണ്ടോ രസ ചക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിന് വേണ്ടി തന്നെ ഇവരൊരു ഏരിയ കൊടുത്തേക്കുവാണ്. ഇത് ശരിക്കും പണ്ട് മനുഷ്യൻ തന്നെയാണ് അങ്ങനെ ആക്കിക്കൊണ്ടിരുന്നത്. കമന്റ് ചെയ്യട്ടോ, എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നമ്മളിവിടെ നിന്ന് വന്ന ദിവസം നേരത്തെ പറഞ്ഞിട്ടല്ലായിരുന്നു, അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞു തന്നെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഒരു കുഞ്ഞു ഫാമും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ വേനലായതുകൊണ്ട് ഇപ്പൊ വെള്ളം കുറവാണ്. പക്ഷെ നമ്മള് വേനൽ ആണെങ്കിൽ പോലും ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ ആദ്യം കാളവണ്ടി ഇട്ടപ്പോ ഞാൻ വിചാരിച്ചായിരുന്നു ഇവിടെ കാളവണ്ടി മാത്രമാണോ ഉള്ളൂ, കാളയില്ലേന്ന്. പക്ഷെ അല്ല, 2 വലിയ കാളക്കൂറ്റന്മാരെ നമ്മൾ നടന്നവിടെ എത്തിയപ്പോ കണ്ടു കേട്ടോ. പുഴയുടെ വ്യൂ കണ്ടിരിക്കാനായിട്ട് 2 ഇതുപോലത്തെ കുടിലുകളുണ്ട്. കുടിൽ നല്ല ഇതിനല്ലേ നമ്മൾ ശരിക്കും പാടി എന്ന് പറയുന്നത്. പാടി പീനട്ട് എന്നൊക്കെ പറഞ്ഞ ഫ്രൂട്ട് അല്ലേ ഇതൊക്കെ. ഇവിടെ ഇത് മാത്രമല്ല കുറെ പനീർ ചാമ്പ അങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ട്. പക്ഷെ ഇത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടോ? നമ്മൾ ഇതൊക്കെ പഞ്ചായത്തിനായിട്ട് മേടിച്ച് വെച്ചിട്ട് വലിയ സുഖം ഉണ്ടായില്ലായിരുന്നു കേട്ടോ. എന്താ ഓറഞ്ചൊക്കെ ആദ്യം അവിടെ നമ്മള് രസ ഗോശാല എന്ന് പറഞ്ഞ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനകത്ത് ഗോയൊന്നും കണ്ടില്ല. അപ്പൊ ഞങ്ങള് വീടെടുക്കണ ആരും ഓർത്തപ്പോ വിചാരിച്ചു ഗോയൊന്നും ഇല്ലല്ലോ, അപ്പൊ ചുമ്മാ ഇട്ടേക്കുന്ന സ്ഥലമായിരിക്കും ഓർത്തു. പക്ഷെ ആക്ച്വലി ഇത് ഇവിടെ ഉണ്ട് പശുക്കളെ ഒരു മാറ്റി കിട്ടിയേക്കാന്ന് തോന്നുന്നു തണല് കിട്ടാനായിട്ട്. ഈവനിങ് ആകുമ്പോഴേക്കാണ് അങ്ങോട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൂടി സംഭവം.
അപ്പൊ ഇതാണ് ആ പറഞ്ഞ ഗോശാല. കണ്ടോ, ഒരു വൈകുന്നേരം ആകുമ്പോഴാണ് തോന്നുന്നു, കാരണം ഇവിടെ ചാണകമൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഒന്ന് കിട്ടും. ആൻഡ് നമ്മൾ ഇവിടുന്ന് നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് നീങ്ങുകയാണ്, നമ്മുടെ ചാലക്കുടി എക്സ്പ്ലോറേഷന്റെ. കണ്ടോ, ഇവിടെ മഞ്ചാടി മരമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മഞ്ചാടി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇത് പ്രയോജനപ്പെടും. സോ ചാലക്കുടിയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടായിരുന്നു ആറങ്ങാലി മണപ്പുറം. നമ്മുടെ ഒരു പാട്ടില്ലേ, ഒരു ചിരി കണ്ടാൽ, അതൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുവാണ്. ഒരു സൈഡിൽ ഇങ്ങനെ മണലാരണ്യം, അതിന് നടുക്ക് പുഴ, അതിൻ്റെ അപ്പുറം നല്ല മല. അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈവനിങ്സ് ഒക്കെ വരാനായിട്ടാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ വന്നത് ഉച്ചയ്ക്കാണ്, വീഡിയോ എടുക്കാൻ എന്നുള്ള രീതിയിലേക്കാണല്ലോ നമ്മൾ പോയത്. നമ്മളിത് ഇവിടെ വന്നപ്പോഴാണ് അതേ ഒരു ചേട്ടൻ വാഴക്കണയും കൊണ്ട് മീൻ പിടിക്കാൻ വന്നേക്കും കേട്ടോ. ട്രഡീഷണൽ വേ ഓഫ് മീൻ പിടുത്താണ്. കിട്ടി കിട്ടി കിട്ടി. ചേട്ടൻ ഇങ്ങനെ 2 വാഴക്കണയും കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ വെക്കണ മാത്രമേ കാണുള്ളൂ. പക്ഷെ ഇഷ്ടംപോലെ മീനെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ചാലക്കുടിന് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് മദാമപ്പാറ. നമ്മൾ മദാമപ്പാറ കാണാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നായരങ്ങാടി നഗരവനം, ഇതൊരു ഫോറസ്റ്റ് റീജിയൺ ഒക്കെയാണ് കേട്ടോ. ഈ മദാമപ്പാറയുടെ സംഭവം ആക്ച്വലി അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ അവിടെ പണി നടക്കുന്നത് കൊണ്ട് ഇപ്പം നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറ്റി വിടില്ല. ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് കയറി പോകാനായിട്ട് പറ്റും. അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു. നമ്മൾ മതിൽ ചാടിയാണ് കയറിയത്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഭംഗിയുള്ള വ്യൂ പോയിൻ്റ് ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങകലെ മലയും ഒക്കെ. അങ്ങനെ നമ്മൾ മദാമപ്പാറ കണ്ടു പോണ വഴിക്ക് വേറെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞ്, സ്പോട്ട് എന്ന് വെച്ചാൽ അതൊരു പോണ റൂട്ട് അതിൻ്റെ 2 സൈഡിൽ കണ്ടു ഇതുപോലെ മരങ്ങൾ ഒക്കെ ആയിട്ടുള്ളൊരു ഭംഗിയുള്ളൊരു പ്ലേസാണിത്. ആൻഡ് നമ്മളത് കഴിഞ്ഞ് നേരെ വിരിപ്പാറ. പാറകളിങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണോ, പുഴ ഇങ്ങനെ വിരിഞ്ഞൊഴുകുന്നത് കൊണ്ടാണോ വിരിപ്പാറയ്ക്ക് വിരിപ്പാറ എന്ന് പേര് വന്നതെന്ന് അറിയില്ല. പക്ഷേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഴികളുണ്ട് അതിൻ്റെ ആ ഭാഗത്തൊക്കെ. അപ്പോൾ ഇങ്ങനെ ഫുൾ സ്വിങ്ങിൽ വെള്ളം ഒഴുകണ സമയത്താണെങ്കിൽ അത് ഭയങ്കര റിസ്ക്കാണ് നമ്മളിവിടെ ഇറങ്ങുന്നത്. പക്ഷേ ഇപ്പം നമുക്കിങ്ങനെ വേനലായതുകൊണ്ട് തെളിഞ്ഞു കിടക്കുന്നുണ്ട്, നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ കുറച്ച് നാളെ പിന്നെ മനോരമയിൽ വാർത്ത വന്നിരുന്നു, ചീങ്കണ്ണിനെ സ്പോട്ട് ചെയ്തു എന്ന്. അതിവിടെ ആയിരുന്നു കേട്ടോ. ദൈവന്മാർ 2 പേരും അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വെയിലത്ത് വീഡിയോ എടുത്തുകൊണ്ട് നടന്നപ്പോൾ. അപ്പോൾ ചീങ്കണ്ണിനെ സ്പോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വിരിപ്പാറയിട്ട് വരാം. ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. എനിക്ക് ശരിക്കും നമ്മൾ ചാലക്കുടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എപ്പോഴും അതിരപ്പള്ളി, വാഴച്ചാലൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറം ഒരുപാട് നല്ല കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകൾ നമ്മുടെ ചാലക്കുടിയിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ 2 പിള്ളേരാണ് കേട്ടോ. അവരോട് എൻ്റെ കസിൻസ് തന്നെയാണ് അവർ. പിന്നെ നമ്മൾ ശബരിമലയുടെയൊക്കെ ഒരു മിനിയേച്ചറായിട്ടുള്ള ഒരു കുഞ്ഞമ്പലം ഉണ്ട്, അയ്യപ്പൻ്റെ അമ്പലം. മലമുകളിൽ തന്നെയാണ് അതിരിക്കുന്നതും. ഏഴാറ്റുമുഖത്ത് അടുത്ത് കുന്നപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണത്. 18 പടിയും ഒക്കെ ആയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയ ആലുണ്ട്. അപ്പോൾ ആ ആലിൻ്റെ ചോട്ടിൽ വന്നിരിക്കാൻ തന്നെ നമുക്ക് മനസ്സിന് സുഖം തരും. പണ്ട് സേതുരാമയ്യർ സേവയിൽ മമ്മൂട്ടി നമുക്ക് പറയുന്നത് പോലെ ആലിൻ്റെ ചോട്ടിലിരുന്നാൽ നമുക്ക് എന്താ പറയുക, ബുദ്ധി വരുന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അതുപോലെ എല്ലാവരും തീർച്ചയായിട്ടും സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക നമ്മുടെ ചാലക്കുടിയിൽ വരുമ്പോൾ. ആൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.